ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു വെണ്ടക്ക കറി ഉണ്ടാക്കിയാലല്ലേ. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നല്ല കൊഴുത്ത ഗ്രേവിയോടുകൂടി. ഞാനിപ്പോൾ കടയിലല്ലേ ചോറിൻ്റെ കൂടെയാണ് കൊടുത്തത്. അപ്പം നിങ്ങൾ വിചാരിക്കുക കൊഴുത്ത ഗ്രേവിയോടുകൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറേ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടുള്ള പരിപാടിയായിരിക്കും. ഒന്നും വേണ്ടടോ. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ വെച്ചിട്ട് 3 കിലോ വെണ്ടക്ക കറിയാണ് ഉണ്ടാക്കിയേക്കണത്. ഞാനിപ്പോഴേ വെണ്ടയ്ക്കക്ക് നല്ല കൊഴുത്ത ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടേ ഈ ഒരു കറിയിൽ ഒരു സാധനം ചേർക്കണ്ട കേട്ടോ, എൻ്റേതായ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ്. അപ്പം നമുക്ക് എന്താണെന്ന് കാണാമല്ലേ, വാങ്ങാട്. അപ്പം ഞാൻ ഒരു 3 കിലോ വെണ്ടക്ക വാങ്ങിച്ചിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ വാങ്ങിക്കുമ്പോഴേ ഈ മുരടം പോലത്തെ വെണ്ടയ്ക്കൊന്നും വാങ്ങിച്ചാൽ ശരിയാവില്ല കേട്ടോ. ഈ കിളുന്ത് നമ്മൾ ഈ ഒടിക്കുമ്പോൾ നമ്മുടെ ഒച്ച കേട്ടിട്ടൊരു ഒടിയലുണ്ട്, ആ ഒരു ഒടിക്കണ പോലത്തെ വെണ്ടയ്ക്കാണ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ അങ്ങനെ കുറേ ഒടിച്ച് നിങ്ങളെ കാണിച്ചൊക്കെ തന്നെ ഉണ്ട്. ഇനി നമുക്കിതേ അതിൻ്റെ ആ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടേ അരിഞ്ഞെടുത്തിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഈ മഴ കൂട്ടിപ്പിടിച്ചതുകൊണ്ടേ കച്ചവടം കുറവാണ്, ആള് കുറവായതിനെ ഞാൻ പറഞ്ഞേ വെണ്ടക്കക്കറി ഞാൻ വെക്കുക ചേട്ടാന്ന്. ചേട്ടൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ അധികം വേണം, അതേപോലെ വെളിച്ചെണ്ണ വേണം. അപ്പം ഞാൻ പറഞ്ഞേ അതൊക്കെ കുറച്ചിട്ടുള്ള ഒരു വെണ്ടക്കക്കറിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. അപ്പം അനിയത്തിയും ചേച്ചിയും പറഞ്ഞ് ഞങ്ങൾ അരിഞ്ഞു തരാം. ഞാൻ പറഞ്ഞ ആദ്യം കുറച്ച് അരിഞ്ഞ് ഇവരെയൊക്കെ കാണിക്കട്ടെ എങ്ങനെയാണ് അരിയേണ്ടത്. എന്താ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞ് ബാക്കിയുള്ളത് നിങ്ങൾ അരിഞ്ഞോന്ന് പറയും. അങ്ങനെ മൊത്തം ബാക്കിയുള്ള അവരാണ് അരിഞ്ഞത്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുമന്നുള്ളിയും കൂടി വേണം. അപ്പോൾ ചുമന്നുള്ളി അവർ രണ്ടുപേരും കൂടി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ടിട്ടും പെട്ടെന്ന് പണി എളുപ്പമായി. ഇനി നമുക്ക് ഉരുളി അടപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അരമുറി തേങ്ങയാണ്. അരമുറി എന്ന് പറയുമ്പോൾ വലിയ തേങ്ങയുടെ അരമുറിയാണ് ഞാനിപ്പോൾ എടുത്തേക്കണത്. വലിയ തേങ്ങ എന്ന് പറയുമ്പോൾ ആനത്തേങ്ങയൊന്നും അല്ല കേട്ടോ, കയ്യിലൊതുങ്ങണ അത്രയും തേങ്ങ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ തേങ്ങയുടെയൊക്കെ വെള്ളം വലിയണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ കുറച്ച് സമയം ഞാൻ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ വെള്ളമൊക്കെ വലിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കില്ലേ ഈ ഒരു വെണ്ടക്ക കറിക്ക് കൊഴുത്ത ഗ്രേവി കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പച്ചരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ പച്ചരിയും കൂടി ഇട്ടതിന് ശേഷം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പം നമ്മളിപ്പോഴും വെളിച്ചെണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് ഈ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കേണ്ടത്. ഇതിനിടയിൽ ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ, കുറച്ച് വാളംപുളി എടുത്ത് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട്, അല്ലെങ്കിൽ പിന്നെ പാട് വിടും. ഒന്നാമത്തെ കട്ട പോലെ ഇരിക്കണ പുളിയാണ്, ഒന്ന് കൈ കൊണ്ട് ഉടച്ചിട്ട് കുതിരാനിട്ടിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. സാധാരണ നമ്മൾ വറുത്തരച്ച കറിയൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടി വരും. പക്ഷെ ഞാനിപ്പോഴും ഒഴിച്ചേക്കണ വെളിച്ചെണ്ണയുടെ അളവ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇച്ചിരിക്കോളം വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു വെണ്ടക്ക കറി വറുത്തരച്ച് വെക്കാൻ പോണത്. ഇനി നമ്മളെ തേങ്ങയൊക്കെ ഇതേപോലെ മുരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മളിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ പോണത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഇച്ചിരി മുൻപന്തി നിൽക്കണം. അപ്പം 3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് ഇട്ടിട്ട് കണ്ടിപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മതി. ഇനി നമുക്കിത് മിക്സർ ജാറിലേക്ക് കോരിയിടാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മിക്സർ ജാറിലേക്ക് കോരിയിട്ട് കൊടുത്തേക്കണത്. അപ്പോൾ അതേ ആ ഉരുളിയിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കണം കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തോരം എന്നൊക്കെ. അതിനുശേഷം നമ്മൾ വെണ്ടക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് ചെയ്താലും വെണ്ടക്കൊക്കെ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും. അതില്ലാതിരിക്കാനായിട്ടേ എണ്ണയിലേക്ക് കുറച്ച് പച്ചരിയും അതേപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മറ്റെന്തെന്നാണ് വെണ്ടക്കയും കൂടി ചേർത്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒട്ടും വഴുവഴുപ്പില്ലാതെ തന്നെ നമുക്ക് വെണ്ടക്ക മെഴുക്കുവരട്ടി ആയാലും എങ്ങനെയായാലും നമുക്ക് വെച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. അതെ, വേറൊരു കാര്യമുണ്ട് കേട്ടോ. വെണ്ടക്ക ഇങ്ങനെ കറി വെക്കുമ്പോഴില്ലേ ചെറിയ വെണ്ടക്ക നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉള്ളി അരിയേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ കിടക്കട്ടെ. എന്നാലേ നമുക്ക് കഴിക്കുമ്പോഴും അതേപോലെ കാണുമ്പോഴൊക്കെ ഒരു ഭംഗി പോലെ കിടക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നും കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതേ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഈ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അപ്പുറത്തോട്ടൊന്നും പോയേക്കല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനൊക്കെ ഇളക്കി കൊടുത്ത് പറഞ്ഞനുസരിക്കുന്ന ആളാണ് ഞാനേ. അങ്ങനെ ഇതേ തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയും ഉള്ളിയൊക്കെ അല്ലേ നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ 2 വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അയ്യോ ഒരു കാര്യം മറന്നുപോയല്ലോ, ഉപ്പിടാനായിട്ടേ.
അങ്ങനെ തന്നെ വേഗം തന്നെ കുറച്ച് ഉപ്പും കൂടി വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂടി വെച്ചിട്ടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചില്ലേ, അത് അരച്ചല്ല എടുക്കേണ്ടത്, പൊടിച്ചാണ്ട് എടുക്കേണ്ടത്. അപ്പം ചൂടോടുകൂടി കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ പെട്ടെന്ന് ആയി കിട്ടും. സാധാരണ നമ്മൾ വറുത്തരപ്പിനൊക്കെ കുറേ എണ്ണ ഒഴിച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുമ്പോൾ പായസം പോലെ അടുത്ത ഒരു അരപ്പല്ല കിട്ടണം. അപ്പം നല്ല കളറും ഉണ്ടാവും കറിക്ക്. അപ്പം അങ്ങനെ ചെയ്താൽ കുറേ എണ്ണയുടെ ആവശ്യം വരും. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എണ്ണയുടെ ആവശ്യമില്ല, അതേപോലത്തെ കളർ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ഒരു കറിക്ക് കിട്ടുന്നത്. അപ്പം ചോദിക്കും ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്താൽ പോരെ. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അരച്ചെടുത്തിട്ടുണ്ടല്ലേ കറിയുടെ കളറ് മാറും, വേറെ ഏതൊരൊക്കെ കറിയൊക്കെ കൂട്ടാ. അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാനീ പറഞ്ഞ പോലെ ചെയ്യണം. കുറച്ച് പുളിവെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുമ്പോഴൊക്കെ നോക്കിയും കണ്ടൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ. എത്രത്തോളം നമുക്ക് ഗ്രേവിയുടെ ആവശ്യമുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം വെള്ളമൊക്കെ ഒഴിക്കണമെങ്കിൽ. ഇനി നമുക്കിതൊന്നേ തിളക്കാനായിട്ട് വിട്ടു കൊടുക്കാം കേട്ടോ. അപ്പോൾ തിളക്കാൻ പോണേക്കുമ്പോൾ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കട്ടെ. നോക്കിയപ്പോഴേ എല്ലാം കറക്റ്റായിരുന്നേ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്കയും തക്കാളിയും ചുമന്നുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിളയും വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഇതിൽ കുറച്ച് താളിപ്പും കൂടി വെച്ചാലല്ലേ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് കടുകും അതേപോലെ കറിവേപ്പിലയും വറ്റൽമുളകും ലേശം മുളക് പൊടിയും കൂടി ഇട്ടിട്ട് താളിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോഴേ നമ്മുടെ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ എല്ലാവരും വറുത്തരച്ച് കറി വെക്കുമ്പോൾ കുറേ എണ്ണയുടെയും അതേപോലെ തേങ്ങയുടെയൊക്കെ ആവശ്യമുണ്ട്. വീടുകളിൽ ഒരു 1/4 കിലോ വെണ്ടക്ക കറി വെച്ചാലും അരമുറി തേങ്ങയുടെ ആവശ്യമുണ്ട്. ഇത് ഞാൻ 3 കിലോ വെണ്ടക്കയാണ് അരമുറി തേങ്ങയിൽ വറുത്തരച്ച് വെച്ചേക്കുന്നത്, അതും കുറഞ്ഞ വെളിച്ചെണ്ണയിൽ. എങ്ങനെയുണ്ട് എൻ്റെ ട്രിക്ക്? അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉണ്ടാക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഓടി എത്താം. താങ്ക് യു.